ഹേയ്, യു ആർ വാച്ചിങ് മാൾസിഫൈ. ഇന്ന് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പോകുന്ന 10 തിങ്സ് ആണ് കാണാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ തലയിൽ എണ്ണ വെച്ച് കുളിക്കാൻ പോകുകയാണ്. പതിവില്ലാത്ത സംഭവമാണേലും ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ വേണ്ടേ. അതുകൊണ്ട് തലയിൽ എണ്ണ വെച്ചിട്ട് ഏതെണ്ണയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ വെളിച്ചെണ്ണ. ഓക്കെ, വെളിച്ചെണ്ണ വെച്ചിട്ട് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സർക്കുലേഷൻ കൂടി മുടിയൊക്കെ തളർച്ച് പന്തലിച്ച് വളരും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ മുടിയിലും കൂടെ കുറച്ച് എണ്ണ വെച്ചില്ല, എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് മുടിയിലും തേച്ചിട്ട് നമ്മൾ മുടിയെടുത്ത് കെട്ടിവെക്കും. വൈ? ബിക്കോസ് ചുമ്മാ വലിയ കാര്യമൊന്നുമില്ല. ബട്ട് തലയിലിങ്ങനെ എണ്ണ വെക്കുമ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. എന്തായാലും നമ്മൾ തലയിൽ എണ്ണ വെച്ചിട്ട് കുറച്ച് നേരം ഇരിക്കണം. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ പിന്നെ ബാക്കി ചടങ്ങുകളിലേക്ക് കിടക്കാൻ മുടി അങ്ങോട്ട് കെട്ടി വെക്കുക. ഇതാകും പിന്നെ ബാക്കി പരിപാടികൾ ചെയ്യുമ്പം ഇങ്ങനെ മുടി ഒരു ഡിസ്റ്റർബൻസ് ആവില്ല. സോ മുടിയൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയാണ് ഡെർമ പ്ലാനിങ്, അതായത് ഫേസ് റേസിങ് എന്നും പറയാം. അപ്പം ഞാൻ ഫേസ് റേസിങ് ഇടാൻ മടിയായതുകൊണ്ട് ഞാൻ ChatGPT ചോദിച്ചു ഫേസ് റേസിങ്ങിൻ്റെ എസ്തറ്റിക് പേര് പറയാൻ. അപ്പം ChatGPT എണ്ണം പറഞ്ഞു ഡെർമ പ്ലാനിങ് ഇടുമോളേന്ന്. അതുകൊണ്ട് ഞാൻ ഡെർമ പ്ലാനിങ് ഇട്ടു. ഇനിയിപ്പോൾ ഡെർമ പ്ലാനിങ്ങിന് വേറെ വല്ല അർത്ഥം ഉണ്ടെങ്കിൽ മൈൻഡ് ആക്കണ്ട, അതൊക്കെ പോട്ടെ. അപ്പം ഇതിലും നമ്മൾ വെളിച്ചെണ്ണയാണ് ഗൈസ്. വെളിച്ചെണ്ണ പ്രൊമോഷനൊന്നുമല്ല, വേറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് സ്പ്രേ അടിക്കുമ്പം ഫേഷ്യൽ ഹെയറൊക്കെ ഇങ്ങനെ വെളുത്ത് കാണൂലേ, ആ സാധനമൊന്നും എൻ്റെ ഇല്ല. അപ്പോൾ ഇതും കൊണ്ട് ഐബ്രോസൊക്കെ ഷേപ്പ് ചെയ്തിട്ട് അടുത്ത പരിപാടി, അതായത് ഡെർമ സക്ഷൻ. ഇത് ഉള്ള പേരാട്ടോ, ഡെർമ സക്ഷൻ. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതും കൊണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിന് 4 ഹെഡ്സ് ഉണ്ട്, സ്മോൾ, ലാർജ്, ഓവൽ, സോണിക്. സോ എവിടെയാണോ ചെയ്യുന്നത് ആ സ്ഥലം വെച്ച് നോക്കിയിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാം. പക്ഷേ ഇതിന് ബാറ്ററി തീർന്നു. അടുത്ത പരിപാടി നോസ് സ്ട്രിപ്പ്. ഇതാണ് നമ്മുടെ ഡീപ്പ് ക്ലെൻസിങ് നോസ് സ്ട്രിപ്പ്. സോ ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം വാം വാട്ടർ എടുത്തിട്ട് മൂക്കിലിങ്ങനെ അപ്ലൈ ചെയ്യണം. ഈ സംഭവം കാണാൻ എങ്ങനെയിരിക്കും? സോ ഇറ്റ് ഹാസ് 2 സൈഡ്സ്, അതായത് ഈ ഗ്ലോസി സൈഡും പിന്നെ ബാക്കിൽ ഒരുമാതിരി പേപ്പർ പോലെ ഇരിക്കുന്ന സംഭവം. ഇനി ഇപ്പോൾ തൊട്ട് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, അതായത് ഇതിൽ ഏത് സൈഡാണ് ഒട്ടിക്കണ്ടേ? ഇത് ഞാൻ പണ്ടെങ്ങാണ്ട് എൻ്റെ ചേച്ചി അങ്ങാണ്ട് വാങ്ങിയപ്പം മൂക്കിലൊരു പ്രാവശ്യം ഒട്ടിച്ച് നോക്കിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ നാളായി, അതുകൊണ്ട് ഏത് സൈഡാണ് ഒട്ടിക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ വലിയ കോൺഫിഡൻസിൽ ഈ സൈഡാടാന്നും പറഞ്ഞ് ഞാൻ ഒട്ടിക്കാൻ നോക്കിയതാണ്. പക്ഷെ എന്നിട്ടും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ കൈയൊക്കെ വെച്ച് നോക്കി ഒട്ടുന്നുണ്ടോയെന്ന്. സോ അതിനും ഒട്ടുന്നുമില്ല. എന്നിട്ട് ഞാൻ പിന്നെയും വെച്ച് നോക്കിയാലോന്ന് ചോദിച്ചപ്പോൾ എനിക്കങ്ങോട്ട് പിടി കിട്ടുന്നില്ല. അവസാനം സംഭവം പിടി കിട്ടി. ഇതിൻ്റെ മറ്റേ ആ ഷൈനിങ് ഗ്ലോസി പാർട്ടില്ലേ, യെല്ലോ കളർ പാർട്ട്, അതാണ് ഒട്ടിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ വിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റേ നോസ് ഡീപ്പ് ക്ലെൻസിങ് ആ കവർ കാണിച്ചില്ലേ, അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഏത് സൈഡാണ് ഒട്ടിക്കേണ്ടതെന്ന്. പക്ഷെ നമ്മളതൊന്നും നോക്കൂലല്ലോ. എന്നെ കാണിച്ചാലും എടുത്തുചാട്ടമാണ് എൻ്റെ മെയിൻ. ഇനി അടുത്ത പരിപാടി ബെഡ് സെറ്റാക്കാം. അതായത് പാതിരാത്രിയിലേ കുളിക്കത്തുള്ളൂ, എന്നാലും കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫ്രഷായിട്ട് വിരിച്ച ബെഡേ കിടക്കാനൊരു സുഖമല്ലേ. അതുകൊണ്ട് നമുക്ക് ബെഡ്ഷീറ്റൊക്കെ മാറ്റി നല്ല ഫ്രഷ് ബെഡ്ഷീറ്റ് ഇടാം. പുതിയ ബെഡ്ഷീറ്റൊന്നും നമ്മൾ ഇടൂല. പുതിയ ബെഡ്ഷീറ്റൊക്കെ ഗസ്റ്റ് വരുമ്പം നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് എടുത്തുള്ളൂ. അപ്പോൾ പഴയ ബെഡ്ഷീറ്റൊക്കെ നമ്മളൊക്കെ എടുത്ത് കാട്ടിക്കളയാം. എന്നിട്ട് നമ്മുടെ കിഡിലോസ്കി ഫ്രഷ് ബെഡ്ഷീറ്റ്, ആഹാ, ഇതിന് മാച്ചിങ് ആയിട്ടുള്ള പില്ലോ കവറാണിത്. അല്ലാതെ ഇതിൻ്റെ പില്ലോ കവർ എനിക്ക് കിട്ടിയില്ല, സോറി. ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് കിട്ടിയ പില്ലോ കവർ എടുത്തിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ബെഡ് വിരിക്കുകയാണ്. ആഹാ, ഏതാ ഇനിയാണ് അടുത്ത കോമഡി. ഇത് ഞാൻ ഹാക്ക് കാണിക്കാൻ പോയതാണ്. അതായത് പില്ലോ കവർ തിരിച്ചിട്ടിട്ട് നമ്മൾ പില്ലോ പിടിച്ചിട്ട് കയ്യിലേക്ക് കയറ്റിയ ഭാഗം ഇങ്ങനെ വലിച്ചിടുവാണെങ്കിൽ പില്ലോ ഈസി ആയിട്ട് ഇടാം. പക്ഷേ ഈ പില്ലോ കവറിൻ്റെ ഫ്രണ്ടും ബാക്കും ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവിടെയും കുറേ സമയം കളഞ്ഞ് തിരിച്ചും മറിച്ചും തിരിച്ചു ഒരു 2-3 പ്രാവശ്യം ഞാൻ ഇട്ട് നോക്കി. എന്നിട്ടാണ് എനിക്ക് സംഭവം പിടികിട്ടുന്നത്. അതായത് എൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരേപോലെ ആയിരുന്നു. എനിക്കെങ്ങനെ മനസ്സിലാവും? അല്ലേ നമ്മൾ ബുദ്ധിയിൽ ഭയങ്കര ടോപ്പായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. പോട്ടെ, ക്ഷമിച്ചു വിടൂ. അങ്ങനെ പില്ലോ ഒക്കെ സെറ്റായി. ഇനി നമ്മൾ
നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ദ ഇവാഞ്ചലിസ്റ്റിക് ഓഫ് ദ ഇന്ത്യൻ എക്കണോമിയാണ് ഫുഡ് അടിക്കൽ. ചോറും കറികളും ഒക്കെ ഉണ്ട്. സീനായിരുന്നു. നമ്മൾ സിനിമ കണ്ടാണ് ഫുഡ് അടിക്കാൻ പോകുന്നത്. മറ്റേ മമിത ബൈജുവിൻ്റെയും ധനുഷിൻ്റെയും സിനിമയില്ലേ, സീന് പടമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇത് നമ്മൾ മിഠായി കഴിച്ചു. ഇനിയാണ് ദ മെയിൻ സംഭവംസ് ഓഫ് ദ സംഭവം. ഈ മൂക്കിലൊട്ടിച്ച് വെച്ച സാധനം ഊറണം. അത് ഒട്ടിച്ചപ്പോൾ ഞാൻ ഓർത്തില്ലായിരുന്നു. ഇത് പണ്ടങ്ങാണ്ട് ഞാൻ ഒട്ടിച്ചപ്പോൾ നല്ല വേദനയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അത്ര വേദന എടുത്തില്ലെങ്കിലും അത്യാവശ്യം വേദന എടുത്തു കേട്ടോ. ഇത് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് നൈസായിട്ട് പറിച്ച് വെച്ചായിരുന്നു. ബിക്കോസ് എൻ്റെ കൈ വെറുതെ ഇരിക്കൂല. പക്ഷേ ഇതിൻ്റെ മെയിൻ സംഭവം പുറത്തിറക്കിയിട്ടില്ലല്ലോ. അങ്ങനെ ഇത് കഷ്ടപ്പെട്ട് വലിച്ച് പറിച്ച് മൂക്കിലൊട്ടിച്ചുകൊണ്ട് കണ്ണൊക്കെ ചെറുതായിട്ടൊന്നും നിറയും. ബട്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അത്ര വേദനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നുള്ളൂ. എക്സ്പ്രഷൻ കണ്ട് ഞെട്ടണ്ട, അതങ്ങനെ വരും. അയ്യ, എനിവേ അത് വർക്കായി സംഭവം. കണ്ടോ ഈ മറ്റേ ബ്ലാക്ക് കുത്ത് കണ്ടോ? അതൊക്കെ എൻ്റെ മൂക്കിനകത്തുണ്ടായിരുന്നതാ. മൂക്കിനകത്തല്ല, മൂക്കിൻ്റെ മേത്ത്. എവിടെയാണല്ലോ എന്താ കിട്ടിയില്ലേ? കണ്ടാ ആ ബ്ലാക്ക് സാധനം? ദാറ്റ് ഈസ് ബ്ലാക്ക് ഹെഡ്സ് ഓൺ ദ മൂക്ക്. പോട്ടെ, അതൊക്കെ കഴിഞ്ഞ് നമുക്കിനി നഖം സെറ്റാക്കാം. അതായത് കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് നെയിൽ പോളിഷൊക്കെ കളഞ്ഞ് നഖമൊക്കെ വെട്ടി വെക്കുവാണെങ്കിൽ ക്ലീൻ നഖത്തിൽ നമുക്ക് നെയിൽ പോളിഷ് ഇടാമല്ലോ. അതുകൊണ്ട് ഓൾറെഡി ഉണ്ടായിരുന്ന നെയിൽ പോളിഷ് ഞാനിപ്പോൾ റിമൂവ് ചെയ്യാണ്. ഇത് സ്ഥിരമുള്ള പരിപാടിയൊന്നുമില്ല, എനിക്ക് തോന്നുമ്പോൾ മൂടുള്ളപ്പോൾ ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ നെയിൽസൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഷേപ്പ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഉണ്ട്, ഷേപ്പും ചെയ്യുന്നുണ്ട് കുറച്ച്. എന്നുവെച്ചാൽ ഓൾറെഡി ഷേപ്പ് ഉണ്ടായിരുന്നു ഏറെക്കുറെ. പക്ഷേ എനിക്കൊരു സമാധാനത്തിന് ഷേപ്പും ചെയ്ത് നഖമൊക്കെ വെട്ടിയിട്ട് നമ്മൾ കുളിക്കാൻ പോവാണ്. കുളിച്ച് കഴിയുമ്പോൾ ഇടേണ്ട ഔട്ട്ഫിറ്റാണ് ഇത്. ഈ പൂച്ചയൊക്കെ ഉണ്ട് അതിൽ, വെരി സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആൻഡ് ഓക്കെ. അടുത്തത് കുളി കഴിഞ്ഞിട്ടുള്ള സെൽഫ് കെയർ. എനിക്ക് പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നുമില്ല. പണ്ടൊരു നാൾ എനിക്ക് സ്കിൻ കെയർ ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു +2 സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഹോർമോണൽ ആക്നെ വരുമായിരുന്നു. ബിക്കോസ് ഫുൾ എക്സാമുകളായിരുന്നു. +2 എന്ന് വെച്ചാൽ എക്സാമോട് എക്സാമായിരുന്നു. അപ്പോൾ എനിക്ക് ഹോർമോണൽ ആക്നെയൊക്കെ വന്നപ്പോൾ ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ആ ചേട്ടൻ കുറേ സംഭവമൊക്കെ തന്നു, ഒരു ഫേസ് വാഷും ക്രീമും അതും ഇതൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചി കൊണ്ടുവരുന്ന സ്കിൻ കെയർ ഒക്കെ ഞാൻ എടുത്തങ്ങ് തേക്കും. പക്ഷെ ഇപ്പം സ്കിൻ കെയർ ഒന്നുമില്ല. ഇപ്പം പോൺസിൻ്റെ മോയ്സ്ചറൈസർ പിന്നെ ലിപ് ബാം അത്രയൊക്കെ ഉള്ളൂ. സോ ആദ്യം മോയ്സ്ചറൈസർ എടുത്തങ്ങ് തേച്ചു. നല്ല മോയ്സ്ചറൈസർ ആട്ടോ ഇത്. വില നമ്മളിപ്പോൾ നോക്കുന്നില്ല, അത്യാവശ്യം നല്ല വില ഉള്ള മോയ്സ്ചറൈസറാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ തൽക്കാലം OCG ഇതായിരുന്നു, വില നോക്കുന്നില്ല. ഇത് ഇവിടെ ഉണ്ടായിരുന്നൊരു ഹെർബോലിൻ അലോവേറ ജെൽ, അതാണ് ഞാൻ ലിപ് ബാമായിട്ട് തേക്കുന്നത്. പിന്നെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ, ഇതും അത്യാവശ്യം നല്ല വിലയാണ്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനത്തിനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ്. നമ്മൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് പപ്പയും മമ്മിയും മേടിച്ച് തരുന്നതുകൊണ്ട് നമ്മൾ വില നോക്കൂല. അതുകൊണ്ട് നമുക്ക് ആ വിഷയമില്ല. അല്ലേലും ഇന്ന സാധനം വേണമെന്നൊന്നുമില്ല, ഏത് കിട്ടിയാലും മതി. അത് കഴിഞ്ഞ് നമ്മൾ ബ്യൂട്ടിഫൈ ആക്കിയ നെയിൽസിനെ നമുക്ക് പെയിൻറ്റ് ചെയ്തങ്ങ് വിടാം. സോ ഈ നെയിൽ പോളിഷ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏതോ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് 40-60 രൂപ കൊടുത്ത് മേടിച്ച ഒരു നെയിൽ പോളിഷ്. ഞാൻ നെയിൽ പോളിഷ് ഇടുമ്പോൾ പുറത്ത് പോകുന്നത് കണ്ട് നിങ്ങൾ ഞെട്ടരുത്, ഓക്കെ? നെയിൽ ടെക്സ് ഒക്കെ ആണെങ്കിൽ ഐ എം വെരി സോറി. ഞാൻ പുറത്തൂടെ ഒക്കെ വാരി വലിച്ചിടും. ബിക്കോസ് ഈ റീൽസിലൊക്കെ കാണാറില്ലേ, അവർ പുറത്തൊക്കെ ഇട്ടിട്ട് മറ്റേ ഒരു ടിപ്പ് വെച്ചിട്ട് അവരിങ്ങനെ അങ്ങ് എടുക്കും. അങ്ങനത്തെ ടിപ്പിന് വേണേൽ മറ്റേ ഇയർബഡ്സ് എടുത്തിട്ട് നെയിൽ പോളിഷ് റിമൂവർ മുക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി. ബട്ട് എനിക്ക് നെയിൽ പോളിഷ് റിമൂവറില്ല, മറ്റേ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന ഒരു ഷീറ്റ് പോലത്തെ മറ്റേ ആ സാധനമില്ല സൈഡിൽ കിടക്കുന്നത്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തങ്ങ് എടുത്താൽ മതി. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആവും. അങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇട്ട് സെറ്റായി. കണ്ടാ നല്ല രസമില്ല, നല്ല കളറല്ല. എനിക്ക് ഈ ഡാർക്ക് കളേഴ്സൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ക്വൈറ്റ് സ്വാഭാവികമാണ്. അങ്ങനെ കാലിലും പെയിൻ്റ് അടിച്ചു, കയ്യിലും പെയിൻ്റ് അടിച്ചപ്പോൾ കണ്ടോ, കണ്ടാ മാജിക്. ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. Thank you.